എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഹം ബ്രഹ്മാസ്മി എന്ന പഠന പരിപാടിയുടെ രണ്ടാമത്തെ സെഷനിൽ 10ാമത്തെ ഭാഗം ഇന്നിവിടെ നടക്കുകയാണ്. ആദിശങ്കരാചാര്യ വിരചിത രചനകളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൗന്ദര്യലഹരിയുടെ പഠനശേഷം ഇന്ന് ഭജഗോവിന്ദം ക്ലാസ്സുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഗുരുനാഥൻ ശ്രീ ജയകൃഷ്ണൻജിയെ സാദരം ക്ഷണിക്കുന്നു. ഒപ്പം ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഓം അജ്ഞാനന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോന്മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീർഭീർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജന്തെ ധിയഃ. സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന ശ്രേഷ്ഠമായ പ്രകരണ ഗ്രന്ഥങ്ങളിൽ മോഹമുദ്ഗരം, മോഹത്തെ ഉലക്ക കൊണ്ടടിച്ചു മാറ്റുന്ന, തച്ചുടയ്ക്കുക എന്നാണ് മോഹമുദ്ഗുരം. ഉദ്ഗരം എന്ന് പറഞ്ഞാൽ ഉലക്ക. മോഹമുദ്ഗുരം അല്ലെങ്കിൽ ഭജഗോവിന്ദം എന്ന ശ്രേഷ്ഠമായ കൃതി ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇതിനു മുമ്പ് ഉപാസനയ്ക്ക് വേണ്ടി സൗന്ദര്യലഹരിയെ വളരെ ഗഹനമായ രീതിയിൽ അർത്ഥമറിഞ്ഞ് നാം പഠിച്ചു. അത് പലരും ഉപാസിക്കുന്നുണ്ട് എന്നും നാം മനസ്സിലാക്കുന്നു. ഭജഗോവിന്ദത്തെ 2 ഭാഗങ്ങളായിട്ടാണ് നാം തിരിച്ചിരിക്കുന്നത്. നാമല്ല, സാക്ഷാൽ ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ ചർപ്പട പഞ്ചരിക എന്നും ദ്വാദശ പഞ്ചരിക എന്നുമാണ്. അതിൽ ദ്വാദശ പഞ്ചരിക രീതിയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്വാദശ പഞ്ചരികയിലെ 10 ശ്ലോകങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാണായാമം, പ്രത്യാഹാരം, നിത്യാനിത്യ വിവേക വിചാരം അതാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇതിനു മുമ്പ് വളരെ ഗഹനമായിട്ട് എല്ലാ ശ്ലോകങ്ങളും പറഞ്ഞ് അർത്ഥമറിഞ്ഞ് നാം പഠിച്ചു. എന്തുകൊണ്ടാണ് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥങ്ങളെ നമ്മൾ ഗഹനമായി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 10ാമത്തെ ശ്ലോകം അല്ലെങ്കിൽ 11ാമത്തെ ശ്ലോകം. നളിനീദളഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം വിദ്ധിവ്യാധ്യാഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ചില പുസ്തകങ്ങളിൽ ചിലപ്പോൾ സലിലം എന്നായിരിക്കും. ജലം സലിലം, ജലം സലിലം ഒന്നാണ്. നളിനീദളഗത ജലമതി തരളം അല്ലെങ്കിൽ നളിനീദളഗത സലിലം
സലിലം തരളം എന്നാണ്. ഇവിടെ നളിനീദളഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം വിദ്ധിവ്യാധ്യാഭിമാനഗ്രസ്ഥം ലോകം ശോകഹതം ച സമസ്തം. എന്താണ് നളിനീദളഗതം എന്ന് പറഞ്ഞാൽ താമരയിലയിൽ നിൽക്കുന്ന നളിനി താമരയിലയാണ്. നളിനി ദളഗതം താമരയിലയിലെ ദളം താമരയില അതിലെ ഗതം. നളിനി താമര, ദളം താമരയില, അതിലെ ഗതം അതിൽ നിൽക്കുന്ന എന്ത് സലിലം അല്ലെങ്കിൽ ജലം. നളിനി ദളഗത ജലമതി തരളം. താമരയിലയിൽ നളിനീദളഗത ജലം. താമരയിലയിൽ നളിനി എന്ന് പറഞ്ഞാൽ താമര, ദളം എന്ന് പറഞ്ഞാൽ ഇല, ഗതം അവിടെ നിൽക്കുന്ന ജലം വെള്ളം ഇല്ലേ. അപ്പൊ താമരയിലയില് നിൽക്കുന്ന വെള്ളം എന്നാണ് ആ വരിയുടെ അർത്ഥം. അതെങ്ങനെയാണ്? അതിതരളം, അതിതരളമാണ്, വളരെ ശബലതയുള്ളതായിട്ടാണ്, വളരെ തരളമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം, നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്ന ചേമ്പിലെയും അല്ലെങ്കിൽ ചേമ്പല്ലാതെ അതേപോലെ തന്നെ താളില അല്ലേ, താളിലും ചേമ്പിലേലും ഒക്കെ വെള്ളം ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് ഇലയിലെങ്ങും പിടിക്കുകയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഇളകിക്കഴിഞ്ഞാൽ ഒന്ന് കാറ്റ് കൊണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിതരളം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം താമരയിലയിലെ വെള്ളം പോലെ എന്ത് തത്വജീവിതം അതിശയ ചപലം. തദ്വത്, തദ്വത് പറഞ്ഞാൽ അതുപോലെ, അതുപോലെ എന്താണ് അതിശയ ചപലം. എന്താണ് അതിശയ ചപലം? ജീവിതം, ജീവിതവും. അപ്പൊ എന്തിനെ പോലെ? താമരയിലയിൽ നിൽക്കുന്ന വെള്ളത്തെ പോലെ. എന്തുകൊണ്ടാണത് പറയാൻ കാരണം? ഒന്ന് കാറ്റടിച്ചാൽ ആ വെള്ളം താഴെ പോവാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കാം. ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, അസ്ഥിരമാണ്, അല്ലെങ്കിൽ അതിന് ഒരു അൺസർട്ടനിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ജീവിതവും ചപലമാണ് എന്ന് പറയുന്നത്. തത്വജീവിതം അതിശയ ചപലം. അപ്പൊ ഇവിടെ ഉപമയാണ്. എന്താണ്? ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. അത് നമ്മൾ അലങ്കാരം പഠിച്ചിട്ടുണ്ട്, ഉപമാലങ്കാരമാണ് അല്ലേ. ഉപമ എന്തിനാടെയാണ് ഉപമിക്കുന്നത്? ജീവിതത്തെ. മനുഷ്യ ജീവിതം വളരെ അൺസേർട്ടനാണ്. എപ്പോഴാണ് ദേഹി വിട്ടു പോകുന്നത് എന്ന് പറയാനൊക്കുകയില്ല. ഒട്ടും പ്രപഞ്ചത്തില് മനുഷ്യ ജീവിതത്തിന് ഒരു സ്ഥിരമായ ഒരവസ്ഥ എന്നൊന്നില്ല. ജനനമരണ ചക്രങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് താമരയിലയിലെ വെള്ളത്തെ പോലെ എന്നാണ്. അതെങ്ങനെയാണ്? അതിശയ ചപലം, അതിശയമായ രീതിയിൽ ചപലമാണ്, അങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇത് അപ്പൊ താമരയിലയിൽ വെള്ളം ഒഴിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകിക്കൊണ്ടേയിരിക്കും. നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, നീറ്റിലെ പോളയ്ക്കു തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മാനുഷർ അല്ലേ. നീറ്റിൽ നിൽക്കുന്ന വെള്ളത്തിലെ പോള പോലെയാണ്. എപ്പ പൊട്ടെന്ന് പറയാനൊക്കില്ല. ഒരു പോള വന്നു പോയി അല്ലേ. മഴ പെയ്യുമ്പോഴും പോള ഇങ്ങനെ വരും, പക്ഷെ പെട്ടെന്ന് പൊക്കോണ്ടേയിരിക്കും. അത്രമേ ഉള്ളൂ. ഈയാമ്പാറ്റകളുടെ ജീവിതം പോലെയാണ് മനുഷ്യ ജീവിതവും എന്നാണ് ഈ പറഞ്ഞു വന്നിരിക്കുന്നത്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, എന്ത്? Man is as flies as to wanton boys, are we to the gods, and thy kill us for their sport എന്നാണ്. മനുഷ്യൻ ഭഗവാന്മാരുടെ ഈശ്വരന്റെ കളികൾക്ക് വേണ്ടി, സ്പോട്ടിന് വേണ്ടിയാണ് എന്നാണ്. Man is as flies, എന്തിനെ പോലെയാണ്? ഈയാമ്പാറ്റകളെ പോലെയാണ്. Man is as flies as to wanton boys, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചപലമായിരിക്കുന്ന മനുഷ്യ ജീവിതമാണ്. എന്നിട്ടോ man is as flies as to wanton boys, are we to the gods, and thy kill us for their sport. തൻ്റെ മനോരഞ്ജനത്തിന് വേണ്ടി, സ്പോർട്സിന് വേണ്ടി അവരെ കൊല്ലുന്നു എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവൻ. ആ താമരയിലയിൽ നിൽക്കുന്ന ജീവന് ആ വെള്ളം നിൽക്കുന്നത് പോലെ മാത്രമേ മനുഷ്യജീവന് ഉള്ളൂ. അതുകൊണ്ട്
വിദ്ധിവ്യാധ്യഭിമാനഗ്രസ്തം. എന്താണ് വ്യാധി? അഭിമാനഗ്രസ്തം. വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ, അഭിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിമാനങ്ങൾ ദുരഭിമാനം. അപ്പൊ വ്യാധികളാലും ദുരഭിമാനത്താലും ഗ്രസ്തം. ഗ്രസ്തം എന്ന് പറഞ്ഞാൽ വിഴുങ്ങിയിരിക്കുന്ന. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ കടന്നു പോകുന്ന ധാരാളം ആധിവ്യാധികളാണ്, ഒരുപാട് ദുഃഖങ്ങളാണ്, വേദനകളാണ്. അതാണ് വ്യാധി. പിന്നീടോ വ്യാധി മാത്രമല്ല, അഭിമാനഗ്രസ്തം. ഇവിടെ അഭിമാനഗ്രസ്തം, ദുരഭിമാനവും എന്താണ് ഗ്രസ്തം, വിഴുങ്ങപ്പെട്ടതാണ്. എന്ത്? ലോകം ശോകഹതം ച സമസ്തം. അപ്പൊ സമസ്ത ലോകം, ഈ ലോകം മുഴുവൻ എന്താണ്? ഈ കാണുന്ന ലോക്യതേ ഇത് ലോകഹ, ഈ കാണുന്നതെല്ലാം, ഈ ലോകത്ത് നാം കാണുന്നത്, നമ്മൾ പശ്യന്തി, നമ്മളായിട്ട് കാണുന്ന ഈ കാണുന്നതെല്ലാം, ലോകങ്ങളിലുള്ളതോ എല്ലാം തന്നെ എന്താണ്? അത് ശോകഹതം എന്നാണ്. അത് മുഴുവൻ ശോകത്തിന് കാരണമാണ്, ദുഃഖത്തിന് കാരണമാണ് എന്ന് വിധി. അതാണ് വിദ്ധിവ്യാധ്യഭിമാനഗ്രസ്തം. വിധി എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക. അപ്പൊ താമരയിലയില് വെള്ളമൊഴിച്ചാൽ അത് ഇലയെ നനയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യ ജീവിതം ഈ പ്രപഞ്ചത്തില് ഒരിടത്തും സ്ഥിരമല്ല, അസ്ഥിരമാണ്. അൺസർട്ടനിറ്റി മാത്രമേ ഉള്ളൂ. അത് ക്ഷണഭങ്കുരമാണ്. അത് ആധിവ്യാധികളും ദുരഭിമാനവും ഇവയാൽ വിഴുങ്ങപ്പെട്ടതുമാണ്. അത് ക്ഷണികമാണ്. അവ സമസ്ത ലോകവും എന്താണ്? ദുഃഖത്താൽ പീഡിതമാണ് എന്ന് വിധി, നീ മനസ്സിലാക്കണം എന്നാണ്. അവ ലോകത്തെ സന്തോഷം എന്ന് പറഞ്ഞതൊന്നില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? സാക്ഷാൽ ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ്. അപ്പൊ അല്ലയോ മൂഢ, ഈ ജീവിതം നമ്മൾ പറഞ്ഞു, ഈ ജീവിതം സന്തോഷമായിട്ടിരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. താൻ ഉണ്ടാക്കുന്ന ധനം കൊണ്ട് മാത്രം അത് സൽക്കർമ്മങ്ങൾ ചെയ്തതും വേണ്ടതുപോലെ വിനിയോഗപ്പെടുത്തുകയും ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ബാക്കി ഉണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കണം. ജീവിതം ആനന്ദമായിട്ട് നടനമാടണം, അതിനു വേണ്ടിയുള്ളതാണ് എന്നാണ്. അപ്പൊ എന്താണ്? അതിന് വേണമെങ്കിൽ ഈശ്വര ഭജനം ഒന്നുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ ഈശ്വര ഭജനം എപ്പോഴും ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നാലും കൂട്ടത്തിലെല്ലാം ഈശ്വരനെ ഭജിക്കുക. അല്ലാതെ അഭിമാനം കൊണ്ട് തനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്ന് നാം പഠിച്ചിട്ടില്ലേ? എന്ത് കഥയാണ് നമുക്കറിയാൻ പറ്റുക? അപ്പൊ നമ്മള് സാക്ഷാൽ പരബ്രഹ്മത്തെ, ഈശ്വരൻ നമ്മളിൽ തന്നെയാണ് എന്ന് നാം പറഞ്ഞു. ആ ഈശ്വരനെ ഉള്ളിലേക്ക് നോക്കണം, പുറത്തേക്കല്ല. അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ എന്ന് പറഞ്ഞു. അകത്തോട്ട് തിരിഞ്ഞു നോക്കിയെങ്കിൽ മാത്രമേ ആ ഈശ്വരനെ കിട്ടുകയുള്ളൂ. അപ്പൊ ശാന്തമായ മനസ്സോടുകൂടി ഈശ്വരനെ നാം ഭജിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? ഈ ജീവിതത്തെ ഓർത്ത് അഹങ്കരിക്കേണ്ട യാതൊരു കാര്യമില്ല. എങ്ങനെയാണ്? നളിനീദളഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം വിദ്ധിവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. അപ്പൊ സമസ്ത ലോകം എന്താണ്? ശോകഹതമാണ്, ശോകാകുലമാണ്. ശോകം മാത്രമേ ഈ സംസാരത്തിലുള്ളൂ. അപ്പൊ ഈ ശോകത്തിൽ നിന്നും മാറണമെങ്കിൽ എന്താണ് വേണ്ടത്? ഈശ്വര ഭജനമാണ്. അതല്ലെങ്കിൽ എന്താണ്? കഥ അറിയാതെ നമ്മൾ ഈ അതിശയകരമായ ജീവിതം എന്ന് പറയുന്ന നടനം ആടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്താ ഉള്ളത്? ആധിവ്യാധികൾ മാത്രമേ ഉള്ളൂ, ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. ഈശ്വരനെ കുറിച്ചൊന്നും ചിന്തിരിക്കുന്നില്ല. പൂന്താനം പറയുന്ന പോലെ അല്ലേ? കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറുന്ന മന്നനെ
തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. അപ്പൊ ഇതിൽ നിന്നുമൊക്കെ മാറണമെങ്കിൽ ഇതൊക്കെ അതിവ്യാധിഗ്രസ്തമല്ലേ ജീവിതം? ഈ അതിവ്യാധിഗ്രസ്തത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ എന്താ വേണ്ടത്? ഭജ ഗോവിന്ദം. അപ്പൊ സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് വളരെ സ്നേഹത്തോടുകൂടി ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരികയാണ്. അടുത്ത രണ്ട് ശ്ലോകങ്ങളോട് ഒന്നിച്ചെടുക്കാം, അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ്? കാദേഷ്ടാദശദേശേ ചിന്ത വാതുല തവ കിം നാസ്തി നിയന്ത. എന്താണ്? കാദേഷ്ടാദശ ദേശേ ചിന്ത വാതുല തവ കിം നാസ്തി നിയന്ത യസ്ത്വാം ഹസ്തേ സുദൃഢനിമേദ്ധം ബോധയതി പ്രഭവാദി വിരുദ്ധം. ഒന്നുകൂടെ ചൊല്ലാം. കാദേഷ്ടാദശ ദേശേ ചിന്ത വാതുല തവ കിം നാസ്തി നിയന്ത യസ്ത്വാം ഹസ്തേ സുദൃഢനിബേദ്ധം ബോധയതി പ്രഭവാദി വിരുദ്ധം. അതുകൊണ്ട് ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ഞ് കരണേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കാദേഷ്ടാദശ ദേശേ ചിന്ത. കാതേ എന്നാണ്. തേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? നിന്റെയാണ്. നിന്റെ എന്താണ്? തേ കാ എന്താണ്? തേ കാ നിന്റെ എന്താണ്? എന്തെന്ന്? അഷ്ടാദശ ദശേ ചിന്ത എന്നാണ്. അഷ്ടാദശം, അഷ്ടം അങ്ങനെ 8, ദശം 10, അഷ്ടാദശം 18. എന്താണ് 18? അപ്പൊ തേ അഷ്ടാദശ ചിന്ത കാ നിന്റെ 18 ദിശകളിലേക്കുമുള്ള നിന്റെ ചിന്ത എന്താണ് എന്നാണ്. വാതുല തവ കിം നാസ്തി നിയന്ത. വാതുല എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം. മനസ്സിന്റെ ഭ്രാന്തമായ അവസ്ഥയാണ് വാതുല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാതുല എന്ന് ഇവിടെ ഒരു എക്സ്ക്ലമേഷനായിട്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? കാദേഷ്ടാദശ ദേശേ ചിന്ത വാതുല. ഭ്രാന്ത. എന്തിന്? മനസ്സ് ഭ്രാന്തിയിലാണ് എന്നുള്ളതാണ്. പിന്നീടോ എന്താണ്? ഹേ വാതുല, അല്ലയോ ഭ്രാന്ത എന്നാണ്. തവ കിം നാസ്തി നിയന്ത. യാതൊരുവനും നിയന്ത എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. ഒരു നിയന്താവ് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കണം. അങ്ങനെ ഒരാള് യസ്ത്വാം ഹസ്തേ സുദൃഢ നിബദ്ധം. യസ്ത്വാം നിന്റെ, യസ്ത്വാം യാതൊരാള്, ത്വാം നിന്റെ, യസ്ത്വാം ഹസ്തേ ഇവിടെ കൈകളെയാണ്. പക്ഷെ ഇവിടെ കൈകളല്ല, മനസ്സിനെയാണ്. സുദൃഢ നിബദ്ധം നിബദ്ധമായിട്ട് ശക്തമായിട്ട് കെട്ടിയിടുകയാണ്. എങ്ങനെ? നിന്റെ മനസ്സിനെ നിയന്ത്രിച്ച് ശക്തമായിട്ട് നിയന്ത്രിച്ച് കെട്ടിയിടുവാൻ നാസ്തിക്കും ആരുമില്ലേ എന്നാ ചോദിക്കുന്നത് ഭഗവാൻ. അപ്പം നിന്റെ മനസ്സെന്താണ്? ഓടി നടക്കുകയാണ് അനേകം വിചാരങ്ങളിലൂടെ. എവിടെയാണ്? അഷ്ടാദശ ദശേ 18 ദിക്കുകളിലേക്ക് നിന്റെ മനസ്സ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലയോ ഭ്രാന്ത. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാനാകാത്തത് കൊണ്ടാണ് ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. അപ്പോ വിരുദ്ധം ത്വാം എന്നാണ്. വാതുല തവ കിം നാസ്തി നിയന്ത യസ്ത്വാം ഹസ്തേ സുദൃഢനിബദ്ധം. ദൃഢമായിട്ട് ബന്ധിക്കപ്പെടുവാനായിട്ട് എന്താണ്?
വിരോധ മനോഭാവം, നിനക്ക് വിരോധ മനോഭാവമാണ്. കാരണം എന്താണ്? നീ ഭ്രാന്തനായിട്ട് നിൽക്കുകയാണ്, അനവധി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് വേണ്ടത്? പ്രഭവ ബോധയധി പ്രഭവാദി വിരുദ്ധം. പ്രഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ഭവം, ജനന മരണങ്ങൾ. അപ്പം സനാതനമായിരിക്കുന്ന ഒന്ന് ബോധയതി, അതേതാണ്? പരമാത്മാവ്, ആത്മബോധം. അപ്പോൾ അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളിലേക്ക്. അപ്പം നിന്നെ പിടിച്ചു കെട്ടണമെങ്കിൽ നീ ഉള്ളിലേക്ക് തന്നെ നോക്കണം. നിന്റെ ആ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നീ ഉള്ളിലേക്ക് തന്നെ ചിന്തിക്കണം. ലോകം മുഴുവൻ ഇവിടെ എന്താണ്? നമ്മൾ 8 ദിക്കുകളെ കുറിച്ച് നമുക്കറിയാം അല്ലേ? ഈ 18 ദിക്ക് ഏതാന്ന് ആരും ചോദിച്ചില്ല എൻ്റെ അടുത്ത്. ഏതാണ് ഈ 18 ദേശം അല്ലെങ്കിൽ 18 ദിക്ക്? അതെങ്ങനെ കണ്ടുപിടിക്കും? അത് പാടാണ്. നമ്മളുടെ അറിവിൽ ഭുവസ്വ ഇങ്ങനെ മുകളിലേട്ട് 7 ലോകങ്ങൾ, അതലം വിതലം സുതലം രസാതലം തലാതലം, ഇങ്ങനെ താഴേക്ക് 7 ലോകങ്ങൾ, അങ്ങനെ 14 ലോകങ്ങൾ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് 14ആയി. പിന്നെ 18 എങ്ങനെ വന്നു? എന്നാലോ ദിക്കുകൾ നോക്കുമ്പോൾ നമുക്ക് 8 ദിക്കുകളെ കുറിച്ച് അറിയാം അല്ലേ? ഇന്ദ്രായ സുരാധിപതയെ എന്ന് പറഞ്ഞ് നമ്മൾ തെക്കോട്ട് കിഴക്കോട്ട് തൂക്കുന്നു. അഗ്നികോൺ അറിയാം, യമൻ അറിയാം, നിരുതി അറിയാം, അനന്തൻ അറിയാം, വായുകോൺ അറിയാം. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 8 കോണുകളെ നമുക്കറിയുള്ളൂ. 8 ദിക്കുകൾ അറിയാം. പിന്നെ അതാ 9ഉം 10ഉം ഊർധ്വം, മുകളിലേക്കും താഴേട്ടുമുള്ള ഇങ്ങനെ 10 ദിക്കുകളും നമുക്കറിയാം. ദശരഥൻ 10 ദിക്കുകളിലേക്ക് തേര് ധരിക്കുവാൻ കഴിവുള്ള ദശരഥന്റെ കഴിവിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ 18 ദിക്ക്, അഷ്ടാദശ ദശേ, അതെന്താണ്? സത്യത്തിൽ നമ്മൾ പുരുഷ സൂക്തമൊക്കെ ചൊല്ലുമ്പോൾ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത്ത് ചൊല്ലും. അപ്പൊ സഹസ്രശീർഷൻ എന്നാൽ 1000 തലയുള്ളവനാണെന്നാണോ? അങ്ങനെയല്ല. ഒന്നിലധികം അല്ലെങ്കിൽ അനേകം കാര്യങ്ങളെ ഗ്രസിക്കുവാൻ കഴിവുള്ള. അപ്പൊ ഇവിടെയും അഷ്ടാദശ ദിശ എന്ന് പറഞ്ഞാൽ എന്താണ്? അനവധി ദിക്കുകളിലേക്ക്. അപ്പോൾ 14 കൂടുതൽ, 14 വരെയുണ്ട്, അതിൽ കൂടുതൽ കൗണ്ടിങ് ആണ്. അപ്പൊ പറയുവാൻ വയ്യാത്ത അത്ര ചിന്തകളെ സ്വർഗാരോഹണ സമയത്ത് യമധർമ്മരാജാവ്, അതോ അതിനു മുമ്പാണോ? യമധർമ്മരാജാവ് അല്ല, ഇവരെല്ലാം ഒരു കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് മരിക്കുന്നൊരവസരം വന്നു അല്ലേ? അപ്പൊ യമധർമ്മരാജാവ് യുധിഷ്ഠിരനോടൊരു ചോദ്യം ചോദിച്ചിട്ട് എന്താ, പല ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്: എന്താണ് ഏറ്റവും വേഗത കൂടിയത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഇല്ലേ? അപ്പം യുധിഷ്ഠൻ പറയുന്നു മനസ്സിൻ്റെ ചിന്തയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നിയന്ത്രിക്കാനാവാത്ത എന്ത് എന്നുള്ളത് മനസ്സാണ്. അപ്പം ചിന്തകളാണ്, മനുഷ്യൻ്റെ ചിന്തകളാണ് സമസ്ത ശോകത്തിനും കാരണഭൂതമായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലോകം മുഴുവൻ പിടിച്ചടക്കണം. അതാണ് കാതേഷ്ടാദശദേശേ ചിന്ത. ഈ ലോകത്തുള്ള സകല കാരണങ്ങൾക്കും സകല കാര്യങ്ങളെക്കുറിച്ചും നീ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു? നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കുന്നു, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അങ്ങനെ ആയിരിക്കും ചിന്തിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് നാം ദുഃഖിക്കുന്നു. അപ്പോൾ അനവധി കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ശോകഗ്രസ്തമായിട്ട് മനുഷ്യൻ്റെ മനസ്സിരിക്കുകയാണ്. അതിൽ നിന്നും മുക്തി നേടണമെങ്കിൽ എന്താണ്? യസ്ത്വാം ഹസ്തേ സുദൃഢനിബദ്ധം, നിന്റെ ആ കൈകളെ മുറുക്കി കെട്ടണം. അതിനെന്താണ്? ബോധയതി പ്രഭവാദി വിരുദ്ധം. അങ്ങനെ നിന്നെ ആത്മബോധമുള്ളവനായിട്ട് എങ്ങനെ? പ്രഭവാദി, പ്രഭവം എന്ന് വെച്ചാൽ ഉദ്ഭവം മുതൽ ആരാണ് ഉള്ളത്? അയാൾ ആരാണ്? പരമമായ പരമാത്മാവ്. അപ്പോൾ ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ആ പരമാത്മാവിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ്. അപ്പം മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് എന്നാണ്. അതെങ്ങനെ നിയന്ത്രിക്കാം എന്ന് പറയുന്നു. എങ്ങനെയാണ്? സാക്ഷാൽ ഭഗവാനെ തന്നെ ചിന്തിക്കുക, എപ്പോഴും ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന് ഈ ശ്ലോകത്തിന് ചില പുസ്തകങ്ങളിൽ മറ്റൊരു ഒരു പാഠഭേദം കാണുന്നുണ്ട്. കാതേ കാന്ത ധനഗത ചിന്ത. അപ്പൊ ഇവിടെ എന്താണ്? കാതേ കാന്ത എന്നാണ്. നിന്റെ ഭാര്യ ആരാണ്? കാതേ കാന്ത, നിന്റെ ഭാര്യ ആരാണ്?
ധനഗത ചിന്ത, ധനത്തെ പറ്റിയുള്ള ചിന്ത, അത് വാതുല കിം തവ നാസ്തി നിയന്ത, എപ്പോഴും ആ ധനാഗത ചിന്തയെ മാറ്റുക വാതുല, അല്ലയോ ഭ്രാന്ത. അപ്പൊ മനസ്സിന് പണത്തെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ എന്ന് വന്നാലും ഇങ്ങനൊരു ബുദ്ധിമുട്ടായി എന്നാണ് പറയുന്നത്. ത്രിജഗതി സജ്ജന സംഗതിരേക ഭവതി ഭവാർണവ തരണേ നൗക. ഭവാർണവ തരണേ, ആ ഭവാർണവ എന്ന് പറഞ്ഞാൽ ഈ സംസാര ലോകം, ഈ സംസാര സാഗരം, ഭവാർണവ, ഈ സംസാര സാഗരം കടക്കണമെങ്കിൽ എന്താണ് പറയുന്നത്? ഏകനൗക ഭവതി എന്നാണ്. ഒരേ ഒരു തോണി, ഏകനൗക. നൗക എന്ന് വെച്ചാൽ തോണി, ഏകം ഒന്ന്, ഭവതി ഭവിക്കുന്നുള്ളൂ, സാധിക്കുന്നുള്ളൂ. ഏകനൗക ഭവതി എന്ന് പറഞ്ഞാൽ ഒറ്റ തോണി മാത്രമേ ഉള്ളൂ ഈ സംസാര സാഗരം കടക്കുന്നതിന്. അതിനെന്താണ് പറയുന്നത്? സജ്ജന സംഗതിരേഖ, സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം. അപ്പം നല്ല ആൾക്കാരുമായിട്ട് മാത്രം നമ്മൾ സംസർഗം മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ കൂട്ടുകൂടല്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രം കൂടുമ്പോൾ നമ്മളുടെ ചിന്തകളും ഉത്തമമായിട്ട് വരുന്നു എന്നാണ്. സംസർഗാൽ ജായതേ ജ്ഞാനം, സംസർഗാൽ ലഭ്യതേ സുഖം, സംസർഗാൽ ക്ഷീയതേ പാപം, സംസർഗാൽ മോക്ഷമശ്നുതേ. അപ്പൊ അല്ലയോ വാതുല, അപ്പൊ നമ്മൾ പറഞ്ഞു സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുന്നു, എന്നിട്ടും നമ്മൾ ആ ഗുരുവായൂരപ്പനെ നമ്മൾ നേടിയെടുക്കുന്നില്ലല്ലോ, അത് കഷ്ടമല്ലേ എന്ന് സാക്ഷാൽ മേൽപ്പത്തൂർ പറഞ്ഞതുപോലെ സാക്ഷാൽ ഈശ്വരൻ നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിന് നല്ല സജ്ജനങ്ങളുമായിട്ട് സംഗമത്തിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് പ്രജ്വലിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. അതില്ലെങ്കിൽ എന്താണ്? നമ്മളിൽ ഉണ്ടാകുന്ന ആ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ പറ്റാതെ അനവധി വളരെ മോശമായ ചിന്തകൾക്ക് അടിമപ്പെട്ടു പോവും. അല്ലയോ വാതുല. അതുകൊണ്ടാണ് വാതുല ഭ്രാന്ത എന്ന് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കണമെന്ന്, അല്ലെങ്കിൽ ലോകത്തുള്ളതുമെല്ലാം എൻ്റേതാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം തന്നെ നടക്കണം എന്നുള്ളവൻ, അങ്ങനെയുള്ള ചിന്തയുള്ളവനാണ് മനുഷ്യൻ ഭ്രാന്ത് മനസ്സായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്താണ്? ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഭഗവാനെ ഭജിക്കണം. ആ ഭഗവാനെ ഭജിക്കാൻ തോന്നണമെങ്കിൽ എന്താ വേണ്ടത്? സംസർഗം ഉണ്ടാവണം. സംസർഗാ ജായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോക്ഷമശ്നുതേ എന്നാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഈ നാരദ ഭക്ത സൂത്രത്തിൽ പറയുന്നുണ്ട്, സർവദാ സർവഭാവേന നിശ്ചിന്തിതൈർ ഭഗവാനേവ ഭജനീയ എന്നാണ്. സർവദാ സർവഭാവേന, സർവദാ എപ്പോഴും തന്നെ, മനസ്സിൽ എപ്പോഴും തന്നെ, സർവഭാവേന എല്ലാ ഭാവനയിലും എല്ലാ ചിന്തയിലും. അപ്പൊ സർവദാ സർവഭാവേന, ഏതൊരു രൂപത്തിൽ ചിന്തിച്ചാലും നമ്മൾ പറയില്ല, ചരാചരങ്ങളിൽ എല്ലാത്തിലും തന്നെ ഈശ്വരാംശമുണ്ട്. നമ്മളതുകൊണ്ടല്ലേ നമസ്തേ എന്ന് പറയുന്നത്. നമസ്തേ, നമ്മളെല്ലാത്തിനും നമസ്കരിക്കുകയാണ്. നമ്മളെല്ലാത്തിലും ഈശ്വരാംശമുണ്ട് എന്ന് കാണുകയാണ്. അപ്പൊ സകല ജീവങ്ങളിലും ഏകഭാവത്തിലോടുകൂടി ഈശ്വരനുണ്ട് എന്ന ചിന്തയിലൂടെ. അപ്പൊ സർവദാ സർവഭാവേന നിശ്ചിന്തിതൈർ ഭഗവാനേവ ഭജനീയ. നിശ്ചിന്തിതൈ എന്നാണ്. അപ്പം മനസ്സിനെ മറ്റു ചിന്തയിൽ നിന്ന് മുക്തമാക്കിയിട്ട്, നിശ്ചിന്തിതൈർ, മറ്റു ചിന്തകൾ പാടില്ല, ഈശ്വര ചിന്തയിലോട്ട് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മറ്റു ചിന്തകളിലോട്ടൊന്നും പോകാതെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ ഏവ മാത്രം ഭജനീയ. അതാണ് ഭഗവാനേവ ഭജനീയ. അവർ ഭജിക്കണം. അപ്പം മനസ്സിൽ യാതൊരു ചിന്തയുമില്ലാതെ എല്ലായ്പ്പോഴും ഭഗവാനെ മാത്രം സകല ഭാവനകളിലും. നമ്മൾ അംബരീഷന്റെ കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇല്ലേ? സവൈ പരകൃഷ്ണ പദാരവിന്ദയോർ എന്നുള്ള ശ്ലോകം ഭാഗവതം ഉദ്ധരിച്ച് നാം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ മനസ്സിൽ മറ്റു ചിന്തകളൊന്നുമില്ലാതെ ഈശ്വരീയാംശത്തെ ഉള്ളിലുണ്ടാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും സർവദാ സർവഭാവേന, എല്ലാ ഭാവനകളിലും ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട് എല്ലാം സ്മരിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ ചിന്തകളിൽ നിന്നും, കേട്ടോളൂ, എല്ലാ ചിന്തകളിൽ നിന്നും, അതാണ് കാതേ അഷ്ടാദശ ദേശേ ചിന്ത, ഈ 18 ദേശങ്ങളിലേക്കുള്ള ചിന്ത എന്ന് പറയുന്നത് നിയന്ത്രിക്കാനാവാത്ത ചിന്തകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ എല്ലാ ചിന്തകളിൽ നിന്നും അകന്ന് നിശ്ചിന്തനായിട്ട് ശാന്തനായിട്ട് ഇരിക്കുവാൻ നാം ശ്രമിച്ചുകൊണ്ട്, അത് ശ്രമിക്കണമെങ്കിൽ എന്താണ്?
ഈശ്വരനെ എപ്പോഴും സകല ഭാവനകളിലും സകല ഭാവങ്ങളിലും ഈശ്വര സ്മൃതി ഉണ്ടാക്കണം എന്നാണ്. അപ്പോൾ അകത്താണ് ഈശ്വരൻ. ആ ഈശ്വര സ്മൃതിയിലൂടെ മാത്രമേ അങ്ങനെ ഈശ്വരനെ ഭജിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പറയുന്നത് വേറെ ആരുമല്ല, സത്യാന്വേഷകരോട് മുനി പറയുന്നതാണ്. നാരദമുനിക്കും അങ്ങനെ ഉണ്ടായല്ലോ അല്ലേ? നാരദമുനിയോട് ഈശ്വരൻ ഏറ്റവും വലിയ ആരാണ് ഭക്തൻ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ തന്നെ താഴേക്ക് പറഞ്ഞു വിട്ടു, പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു കൊശവൻ വെള്ളം കോരുന്ന കുടത്തിലെ എണ്ണ അല്ലേ, അതും വെച്ചുകൊണ്ട് നടന്നപ്പോഴും ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കർമ്മം നടത്തി. നാരദനോടൊന്ന് പറഞ്ഞപ്പോൾ നാരദന്റെ മനസ്സ് മുഴുവൻ ഇത് പോകുമോ, കയ്യിൽ നിന്ന് വിട്ടാൽ പൊട്ടുമോ, താഴെ പോകുമോ. അപ്പം എന്താണ്? ഭഗവാനിലോട്ടുള്ള വിശ്വാസമില്ല, ഉറപ്പില്ല. ആ കഥ നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ പാടില്ല. അങ്ങനെ തൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് നാരദൻ ഈ സൂത്രങ്ങളെല്ലാം ഉപദേശിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മനസ്സിനെ ഞാനിവിടെ പലരോടും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ആദ്യകാലങ്ങളിൽ പറയുമ്പോൾ എൻ്റെ അടുത്തേക്കും, തിരുമേനി എങ്ങനെ ഇത് ജപിക്കാൻ പറ്റുന്നു? നമ്മൾ അതെന്താ ആദ്യം പറയും, 1 മണിക്കൂറൊക്കെ വേണം, അത്ര സമയമില്ല. ഓക്കെ, അതൊന്ന് പതുക്കെ അത് മാറി. അപ്പോൾ പറഞ്ഞു ഇതിങ്ങനെ വെക്കുക, അത് കേൾക്കുമ്പോൾ കാസറ്റ് ഇട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലാം. കുറച്ച് കഴിഞ്ഞ് പറയുന്നു, മനസ്സിൽ മറ്റു ചിന്തകളാണ് വരുന്നത്, ഒന്നും നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഭാവത്തെ നമ്മളതാണ് ധ്യാനം ആദ്യം ഉണ്ടാകുന്നത്. ഒരു ഭഗവാനെ ഒരു ധ്യാനത്തിലൂടെ കാണുകയാണ് അല്ലേ? മേഘശ്യാമള പീതവർണം എന്നൊക്കെ പറഞ്ഞ് ആ പീതവർണമായിരിക്കുന്ന പട്ടുടുത്തിരിക്കുന്നു, നീലവർണ്ണമാണ് ഭഗവാന്, ശാന്താകാരം ഭുജകശയനം. അപ്പോൾ ഇതൊക്കെയാണ് ധ്യാനം. ഭഗവാനെ മനസ്സിലോട്ട് അങ്ങനെ സങ്കല്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിരാട് പുരുഷ രൂപത്തിൽ സങ്കല്പിക്കുകയാണ്. സഹസ്രപുരുഷ എന്ന്. അപ്പോൾ സഹസ്രശീരുഷാ പുരുഷ, സഹസ്രാക്ഷ സഹസ്രപാദ്. അപ്പോൾ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ് മനസ്സിൽ. അപ്പോൾ ഭഗവാനെ മനസ്സിലോട്ട് പല രീതിയിൽ നാം അങ്ങോട്ട് കാണുകയാണ്. നരസിംഹമൂർത്തിയാണെങ്കിൽ നരസിംഹമായിട്ട് കണ്ടുകൊണ്ട്, ഉഗ്രംഭീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം. അപ്പം ആ ഭാവം നമ്മളിലോട്ട് സർവഭാവേന ആ ഭാവന മനസ്സിലേക്ക് നാം തന്നെ കൊണ്ടുവരികയാണ്, അല്ലാതെ ചുമ്മാ മന്ത്രം ജപിക്കുകയല്ല ഈശ്വരധ്യാനം. അപ്പം നമ്മൾ അഷ്ടാംഗയോഗത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു. ധാരണ എന്താണ് എന്ന് നാം പറഞ്ഞു. ആ ധരിക്കണം ഭഗവാനെ. ധാരണയിലൂടെ, ധ്യാനത്തിലൂടെ ധാരണയിലേക്ക് എത്തുകയാണ് ഭഗവാൻ. അതിനെ ധരിച്ചുകൊണ്ട് അപ്പം എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മളൊരു നാരായണ എന്ന് ജപിക്കുമ്പോൾ, നമശിവ എന്ന് ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവതി എന്ന് ജപിക്കുമ്പോൾ ഒരു രൂപത്തെ മനസ്സിൽ കൊണ്ട് സാത്വികമായ ഒരു രൂപത്തെ ആ ഒരു സർവഭാവത്തോടു കൂടി ചിന്തിച്ച് ആ മനസ്സിനെ അതിലേക്ക് ഘടിപ്പിച്ച് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എന്താകും? വാതുല, ഭ്രാന്തനായിട്ട് നാം മാറുകയാണ്. കാരണം എന്താണ്? ഈ സംസാര ലോകം അത്ര ദുഃഖകരമാണ്. ആർക്കും ഒരാളോടും യാതൊരു താതാത്മ്യവുമില്ല. അങ്ങനെയാണ് ഈ ഭഗവാന്റെ മായയുടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മായയിൽ ഉഴലുന്നുകൊണ്ട് മനുഷ്യർക്ക് ആർക്കും മമത ഇല്ലാതായിരിക്കുന്നു. അപ്പം മമത ഉണ്ടാവണം ആരോട്? ഈശ്വരനോട്. അപ്പോൾ മാത്രമേ നമുക്ക് നന്മയുണ്ടാവുന്നുള്ളൂ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതിസ്യാധനപായിനി എന്ന് ഭാഗവതി പറയുന്നുണ്ട്. ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് എപ്പോഴും സ്മരിക്കുവാനുള്ള ആ കഴിവ് നമുക്ക് തരണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ അടുത്ത ശ്ലോകം കൂടെ ഞാൻ എടുക്കാം. കാരണം ഈ 3 ശ്ലോകം ഒന്നിച്ച് വരുമ്പോഴാണ് അതൊരു പൂർണ്ണത വരുന്നത്. എന്താണ്? സത്സംഗത്തെ നിസ്സംഗത്വം. കാരണം കഴിഞ്ഞതിൽ പറഞ്ഞു സത്സംഗം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചിന്തകളെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. എന്താണ്? സത്സംഗത്വേ നിസ്സംഗത്വം, സത്സംഗത്വേ. അപ്പോൾ സത്സംഗത്വേ നല്ല കൂട്ടുകെട്ടുകൾ, സത്സംഗത്വേ നല്ല ആൾക്കാരുമായിട്ട്, ശ്രേഷ്ഠന്മാരുമായിട്ട് കൂട്ടുകൂടുക, നല്ലത് ചിന്തിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടുക. അപ്പം സത്സംഗാൽ ജായതേ ജ്ഞാനം, അറിവ് ലഭിക്കുകയാണ്. അറിവാണ് ഈശ്വരൻ. സത്സംഗാൽ ജായതേ ജ്ഞാനം. പിന്നീടോ സത്സംഗത്വേ. അപ്പം അങ്ങനെ സജ്ജന സംസർഗത്തിൻ്റെ ഫലമായിട്ട് സത്സംഗത്വേ, അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? നിസ്സംഗത്വം. നിസ്സംഗത്വം എന്താണ്? സംഗത്വം ഇവിടെ പറഞ്ഞ വിഷയങ്ങളിലേക്കുള്ള ആ ആസക്തി നഷ്ടപ്പെടുന്നു. അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്
നമ്മൾ നല്ല കൂട്ടുകെട്ടുകളിലൂടെ പറയുന്നു. എന്തുകൊണ്ടാണ്? നല്ല കൂട്ടുകെട്ടുകളിൽ നല്ല ചിന്തകൾ മാത്രമേ എപ്പോഴും പ്രഭവിക്കുന്നുള്ളൂ. അങ്ങനെ നല്ല ചിന്തകളാൽ പ്രോജ്വലമായിരിക്കുമ്പോൾ ചീത്തയൊന്നും മനസ്സിൽ വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശ്വര ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു പൂജയ്ക്ക് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുകയാണെങ്കിൽ ആദ്യം എന്താണ്? ധ്യാനം ചെയ്തു, ദേഹശുദ്ധി, ആത്മാരാധന, പിന്നെ എല്ലാം ദിക്കുകളെ മുഴുവൻ ആത്മാരാധനയ്ക്ക് ശേഷം ദിക്കുകളെ എല്ലാം കൊട്ടി രക്ഷിച്ചു. പിന്നെ ഒന്നും അകത്തോട്ട് വരരുത്, ഈശ്വരൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ സാക്ഷാൽ ഭഗവത് ധ്യാനത്തിലോട്ട് കടക്കുന്നത്. എന്നിട്ടേ ഉള്ളൂ പീഠപൂജ, ഭഗവാനെ ആസനസ്ഥനാക്കാനുള്ള പീഠപൂജയിലോട്ട് കടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വേണ്ടത് സത്സംഗത്വേ നിസ്സംഗത്വം സത്സംഗത്വേ. അങ്ങനെ ആ സജ്ജന സംഗമത്തിൻ്റെ ഫലമായിട്ട്, സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ട് നിസ്സംഗത്വം, ഇന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ വിഷയങ്ങളിലേക്കുള്ള ആസക്തി ഇല്ലാതാകുന്നു. നിസ്സംഗത്വം, വിഷയാസക്തി ഇല്ലാകുന്നു. അങ്ങനെ വിഷയാസക്തി ഇല്ലാതാവുമ്പോഴെന്താണ്? നിസ്സംഗത്വേ നിർമോഹത്വം. ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും എന്നും ഇതില്ലെങ്കിൽ എന്താണ്? നമ്മൾ അന്യനെ കണ്ട് മോഹിക്കുകയാണ്. അയാൾക്ക് ഒരു മെഴ്സിഡീസ് ബെൻസ് ഉണ്ട്, എനിക്കിന്നൊരു ആ കാറ് വേണം, അല്ലെങ്കിൽ മറ്റേയാൾക്ക് ഇന്നതുണ്ട്, എനിക്കതങ്ങനെ വേണം. അപ്പോൾ പക്ഷേ ഇതൊന്നുമല്ല. ഈശ്വര ചിന്തയുമായിട്ട് നടക്കുന്നവർക്കാണെങ്കിലോ ഈശ്വരനെ നേടണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്? സന്തോഷമുണ്ടാകണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മൾ ഭഗവാനെ പറയാറുണ്ട്, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയ കഴിഞ്ഞാൽ എന്താ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. എന്താ? ജീവിതം ദുഃഖകരമല്ലാതെ അനായാസേന മരണം, അല്ലേ? വിനായ ദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ ശംഭോ വൈ ഭക്തിരചഞ്ചലം. അല്ലയോ ഭഗവാനെ, അനായാസേന മരണം, ദുഃഖകരമല്ലാതെ യാതൊരു വിഷമവും ഇല്ലാതെ ഈ ദേഹം വിട്ടു പോകുവാൻ അനുഗ്രഹിക്കണമേ എന്നാണ്. വിനാ ദൈന്യേന ജീവിതം, മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാക്കാതെ, യാതൊരു വിഷമവും ആർക്കുമില്ലാതെ, ദൈന്യത അനുഭവിക്കാതെയുള്ള ജീവിതം. അതിനെന്താണ്? ദേഹിമേ കൃപയാ ശംഭോ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ കൃപ കൊണ്ട് എന്താണ് എനിക്കെന്താ ഉണ്ടാവേണ്ടത്? ഈ ഭക്തിരചഞ്ചലം, അചഞ്ചലമായിരിക്കുന്ന ഭഗവത് ഭക്തി എന്നിൽ ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, മോഹം എന്ന ഇതാണ് മോഹമുദ്ഗ്രമാണല്ലോ, ആ മോഹം എന്നതിൽ നിന്ന് നമുക്ക് മുക്തി നേടുകയാണ്. നിർമോഹത്വം, മോഹമില്ലാതെ ആക്കുകയാണ്. അപ്പം അങ്ങനെ സത്സംഗത്തിൻ്റെ ഫലമായിട്ട് നിസ്സംഗത്വം ഉണ്ടാകുന്നു. നിസ്സംഗത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ, വിഷയങ്ങളെ നിയന്ത്രിച്ചു കഴിയുമ്പോൾ എന്താണ്? നിർമോഹത്വം. കാരണം ഇന്ദ്രിയങ്ങൾക്കൊന്നും ആവശ്യമില്ല. കണ്ണിന് വേണ്ടത് വേണ്ട, ചൊക്കിന് വേണ്ടത് വേണ്ട, ഇതൊന്നും വേണമെന്നില്ല. എനിക്കതിനെക്കുറിച്ച് ഒരു വിഷയാസക്തിയുമില്ല. അങ്ങനെ വിഷയത്തിലോട്ടൊരു ചിന്തയില്ലെങ്കിൽ, വിഷയങ്ങൾ എനിക്ക് വേണമെന്നൊരു താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാനെന്നൊരു ഭാവം എന്നിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഇന്ദ്രിയമാണല്ലോ മനസ്സും, അല്ലേ? 6 ഇന്ദ്രിയങ്ങൾ ഒന്നാണ്. അപ്പം എന്തായി? അങ്ങനെ വന്നു കഴിയുമ്പോൾ നിർമോഹത്വം, മോഹം, ആഗ്രഹം എന്നൊന്ന്, മോഹമാണ് എല്ലാത്തിനും കാരണഭൂതം, കാമമാണ് എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. കാമയേഷ ശത്രു എന്നൊക്കെ നാം പഠിച്ചു, അല്ലേ? മോഹമായി, കാമമായി, പിന്നെ ക്രോധമായി, ഇങ്ങനെയെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നീടോ നിർമോഹത്വേ നിശ്ചലതത്വം. അവൻ നിർമോഹത്വം, ഈ മോഹങ്ങളിൽ നിന്നെല്ലാം വിട നേടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? നിശ്ചലതത്വം. നിശ്ചലതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സമാധിയൊക്കെ ഇരിക്കുന്ന പോലെ, പക്ഷെ ആ അവസ്ഥയല്ല, സമാധിയുടെ അവസ്ഥയല്ല ഇവിടെ പറയുന്നത്. നിശ്ചലതത്വം എന്ന് പറയുന്നത് ആ തത്വബോധം, സാക്ഷാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നും, അല്ലെങ്കിൽ ഈ ജീവാത്മാവ് പരമാത്മാവിൻ്റെ അംശമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ തോന്നൽ ഉളവാകുന്നു എന്നുള്ളതാണ്. ആ തത്വബോധം നമ്മിൽ ഉളവാകുന്നു. എങ്ങനെ? നിർമോഹത്വം, മോഹമില്ലാതിരിക്കുന്നൊരവസ്ഥയിൽ ചിന്തകളെയെല്ലാം നിയന്ത്രിക്കപ്പെടുന്നു. ആഗ്രഹങ്ങൾ ഒന്നുമില്ല, ഈശ്വരചിന്ത മാത്രമേ ഉള്ളൂ. ഈശ്വരചിന്തകളിലൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നൊരവസ്ഥയാണ്. ആ ആത്മാവിനെ കണ്ടെത്തുന്നൊരവസ്ഥയാണ്. അങ്ങനെ നിശ്ചലതത്വേ ജീവൻ മുക്തി. അങ്ങനെ അചഞ്ചലമായിരിക്കുന്ന ആ ഒരു തത്വബോധം,
നിശ്ചല തത്വേ ജീവൻ മുക്തി എന്നാണ്. അങ്ങനെ അചഞ്ചലമായിരിക്കുന്ന ആ തത്വബോധം ഉദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ജീവൻ മുക്തി, ജീവന് മുക്തി, സാക്ഷാൽ വിഷ്ണുപദത്തിൽ എത്തിയതായിട്ട് നമുക്ക് കാണാം. ഈ ശരീരം ഇവിടെ ഉള്ളപ്പോഴും മനസ്സെപ്പോഴും ഈശ്വരനെ അർപ്പിച്ചു കൊണ്ടിരുന്നാൽ അതുതന്നെയാണ് ഈ സംസാര ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള മോക്ഷം എന്ന അവസ്ഥ. അപ്പോൾ അതിനാൽ എന്താ വേണ്ടത്? ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? വിനാദ അന്യേന ജീവിതം ദേഹിമേ കൃപയാ ശംഭോ ത്വയി ഭക്തിരജഞ്ചലം. ആ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അതിനും ഗോവിന്ദനെ പ്രാർത്ഥിക്കുകയാണ്, ഗോവിന്ദ എനിക്ക് ഭക്തി തരയണമേ. അങ്ങനെ വരുമ്പോൾ എന്താണ്? സത്സംഗം ഉണ്ടാകണമേ. ഇതിനെല്ലാം കാരണഭൂതൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിക്കുകയായിട്ടാണ്. അപ്പം അതിൽ ഭാഗവതത്തിൽ ഒരു ഭാഗമുണ്ട്, അപ്പോൾ അതോടൊന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച്, സത്സംഗത്തെക്കുറിച്ച് ഭാഗവതത്തിൽ 12 സ്കന്ധത്തിലാണ്. 12 സ്കന്ധത്തിൽ ദശമാധ്യായത്തിൽ പറയുന്നുണ്ട്. മാർക്കണ്ഡേയ മഹർഷി എങ്ങനെയാ പറയുന്നത്? സേവം അനുഭൂയ, സൂതൻ പറയുന്നതായിട്ട് എന്താണ്? സേവം അനുഭൂയേതം നാരായണ വിനർമ്മിതം വൈഭവം യോഗമായാസ്തം ഏവ ശരണം യയൗ. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി ആണെങ്കിൽ ആ ഭഗവാൻ സാക്ഷാൽ നാരായണൻ നിർമ്മിച്ചിരിക്കുന്ന ആ മായയുടെ ദിവ്യപ്രഭാവം അനുസരിച്ച് എന്താണ്? ഭഗവാനെ തന്നെ, ഗോവിന്ദനെ തന്നെ ഭജിച്ചു തുടങ്ങി, ഭഗവാനെ തന്നെ അങ്ങ് ശരണം പ്രാപിക്കുകയാണ്. അപ്പോൾ മാർക്കണ്ഡേയൻ പറയുന്നു ഇങ്ങനെയാണ്, എന്താണ്? പ്രപന്നോസ്മ്യഘ്രിമൂലം തേ പ്രപന്നാഭയദം ഹരേ യന്മായയാപി വിബുധ മുഹ്യന്തി ജ്ഞാനകാശയാം. പണ്ഡിതന്മാർക്ക് പോലും ജ്ഞാനം പോലെ പ്രകാശിച്ചിരിക്കുന്ന അങ്ങയുടെ യോഗമായാൽ ഞങ്ങൾ ജ്ഞാനികളെന്ന് അഭിമാനിച്ചിരിക്കുന്നവർക്ക് എന്താണ്? മോഹിച്ചു നടക്കുന്നവർക്ക്, ആ അങ്ങയുടെ ശരണാഗതന്മാർക്ക് അഭയമരുളുന്നതായിട്ടുള്ള ആ പാദമൂലത്തെ ശരണം പ്രാപിക്കുക മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പാദമൂലങ്ങളെ, സാക്ഷാൽ ഗോവിന്ദ അങ്ങയുടെ പാദമൂലങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുകയാണ് എന്നും പറഞ്ഞ് മാർക്കണ്ഡേയ മഹർഷി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അപ്പം ഇങ്ങനെ ഈ സമയത്താണ് മാർക്കണ്ഡേയൻ തപസ്സനുഷ്ഠിക്കുന്നു. അപ്പം ഞാൻ ഈ സത്സംഗത്തിൻ്റെ കഥയാണ് പറഞ്ഞു വരുന്നത് പിന്നീട്. അപ്പോൾ മാർക്കണ്ഡേയൻ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഭാഗവത സപ്താഹത്തിൽ ഹംസങ്ങളൊക്കെ ഉണ്ട്, രാധ ടീച്ചറും ഒക്കെ ഉണ്ട്, ഇവർക്കൊക്കെ അറിയാം. എന്നാലും ഞാൻ അതൊന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? തമേവം നിഭൃതാത്മാനം വൃഷേണ ദിവിപര്യടൻ രുദ്രാണ്യ ഭഗവാൻ രുദ്രോ ദദർശ സുഗണൈർവൃതാം. ഭഗവാനായ പരമശിവന് തൻ്റെ ഗണങ്ങളാൽ ചുറ്റപ്പെട്ട് പാർവതീദേവിയോടുകൂടി നന്ദിയുടെ പുറത്ത് വൃഷാരൂഢനായിട്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏകാഗ്രചിത്തനായിരിക്കുന്ന സാക്ഷാൽ മാർക്കണ്ഡേയ മുനിയെ കണ്ടു എന്നാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ദർശിക്കുകയാണ്. അധോമാതമൃഷിം വീക്ഷ്യ ഗിരിശം സമഭാഷത പശ്യേമം ഭഗവൻ വിപ്രം നിഭൃതാത്മേന്ദ്രിയാശയം. അപ്പോൾ ആ പാർവതീദേവി ആ ഋഷിയെ കണ്ടിട്ട് പരമേശ്വരനോട് പറഞ്ഞു എന്നാണ്. എന്ത്? ഭഗവാനെ, ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം നിശ്ചലമാക്കി ഈ മുനിയെ ഒന്ന് നോക്കൂ, എന്തൊരു തേജസ്സായിട്ടിരിക്കുന്നു എന്നാണ് പാർവതീദേവി പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്? നിഭൃതോദക്ഷവ്രാതം വാതാപായേ യഥാർണവം കുർവസ്യ തപസഃ സാക്ഷാത് സംസിദ്ധിം സിദ്ധിതോ ഭവാൻ. അപ്പൊ കാറ്റില് ഇളകാത്തതായ ജലത്തെ പോലെ, അപ്പൊ അതിലുള്ള മത്സ്യസമൂഹം എന്നിവയോടുകൂടി ശാന്തസമുദ്രത്തില് സ്ഥിതി ചെയ്യുന്ന ആ ഒരവസ്ഥയിൽ ഈ മുനിയെ ഒന്ന് നോക്കൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ തപസ്സിന് പരമമായ ഫലം അങ്ങ് കൊടുക്കണം. കാരണം അങ്ങ് എന്താണ്? സാക്ഷാത് സംസിദ്ധിം സിദ്ധിതോ ഭവാൻ എന്നാണ്. അങ്ങ്, അല്ലയോ പരമശിവനെ, അങ്ങ് സിദ്ധിദായകനാണല്ലോ. അപ്പൊ മുനിക്ക് വരം കൊടുത്ത് മുനിയെ അനുഗ്രഹിക്കണം എന്ന് പരമശിവനോട് പറഞ്ഞു എന്നാണ് പാർവതി. അപ്പൊ പരമശിവൻ പറയുന്നു, ശ്രീ ഭഗവാനുവാച, പരമശിവൻ പറയുന്നത് എന്താണ്? നൈവേച്ഛത്യാശിഷക്വാപി ബ്രഹ്മർഷിർമോക്ഷമപ്യുത ഭക്തിം പരാം ഭഗവതി ലബ്ധവൻ പുരുഷേവ്യേ അഥാപി സംവദക്ഷ്യാമോ ഭവാന്യേതേന സാധുന അയം ഹി പരമോ ലാഭോ
നൃണാം സാധു സമാഗമ. കണ്ടോ? അഥാപി സംവദിഷ്യാമോ ഭവാന്യേതേന സാധുന അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമ. ഈ ബ്രഹ്മർഷിക്ക് ആശിസ്സുകളോ മുക്തി പോലുമോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എന്നാണ് പരമശിവൻ പറയുന്നത്. പിന്നീട് എന്താണ് കാരണം? അദ്ദേഹം നാശരഹിതനും പുരുഷോത്തമനുമായ ഭഗവാനിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങളെ ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വരം കൊടുക്കാനാണ്? യാതൊരു വരവും കൊടുക്കാനില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഭവാനി, എന്നാലും ഭഗവാനി എന്നാണ് വിളിക്കുന്നത് ഇവിടെ. നൈവച്ഛേ അഥാപി സംവദിഷ്യാമോ ഭവാന്യേതേന സാധുന അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമാം. നമുക്ക് ഈ മഹാത്മാവുമായിട്ട് സംസാരിക്കാം. എന്തുകൊണ്ടാണ് സംസാരിക്കാം എന്ന് പറയുന്നത്? സജ്ജന സംസർഗം. സാക്ഷാൽ പരമശിവനാണ് പറയുന്നത് മാർക്കണ്ഡേയനോട്. കാരണം എന്താണ്? ആ സജ്ജന സംസർഗം ഗുണം ചെയ്യും. സജ്ജന സംസർഗം എന്ന് തന്നെയാണ് ഏറ്റവും ലാഭകരമായ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് സംവദിക്കാം. സജ്ജന സംസർഗമാകുമല്ലോ എന്ന് സാക്ഷാൽ പരമശിവൻ പറയുന്നതായിട്ട് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ചിന്തയിൽ വന്നപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളതല്ല. അപ്പോൾ സജ്ജന സംഗമം എന്നുള്ളതാണ് മനുഷ്യർക്ക് ഏറ്റവും മഹത്തായ ലാഭം എന്ന് സാക്ഷാൽ പരമശിവൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ക്രമേണ നിസ്സംഗത്വവും നിർമോഹത്വവും തത്വബോധവും ഒടുവിൽ ജീവൻ മുക്തിയും നടക്കും. അതിന് വേണ്ടത് സത്സംഗത്വമാണ്. സത്സംഗത്തിലൂടെ എപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് മുഴുകി നടന്ന് കർമ്മങ്ങളിലൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ 3 ശ്ലോകങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇത് ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലാം. എന്തെങ്കിലും മറ്റ് ചിന്തകളുണ്ടെങ്കിൽ അത് പറയാം. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം അത് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ. അതൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ആരാണ് ചൊല്ലുന്നത്? ഉണ്ണികൃഷ്ണ സാറൊന്ന് വായിക്കുന്നോ ഇന്ന് പഠിച്ച 3 ശ്ലോകങ്ങൾ? ചില 10 ശ്ലോകം പറയണമായിരുന്നേ. ഞാൻ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നില്ല. അത് ഇതായിരുന്നു. അത് പ്രാണാപാന ഇതല്ലേ? ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് പ്രാണായാമം, പ്രത്യാഹാരം, നിത്യാനിത്യ വിവേക വിചാരം, ജാപ്യസമേത സമാധി വിധാനം, കുർവവധാനം മഹദവധാനം എന്നുള്ളതാണ്. നമ്മൾ പ്രാണായാമം, നമ്മൾ പഞ്ചപ്രാണന്മാരെ കുറിച്ചും ദശപ്രാണന്മാരെ കുറിച്ചും ചിന്തിച്ചു. എന്താണ് പ്രാണായാമം എന്ന് പറയുന്നത്? അഷ്ടാംഗയോഗ പ്രകാരം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നുള്ളവയാണ് എന്ന് പറഞ്ഞു. സമാധിയിലെത്തുകയാണ് ആവശ്യം എന്ന് പറഞ്ഞു. പ്രത്യാഹാരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന കർമ്മമാണ് അഷ്ടാംഗ യോഗ വിധി പ്രകാരം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് എന്ന് നാം പറയുകയുണ്ടായി. പിന്നീട് നമ്മൾ സമാധിയിലെത്തി. സമാധി എങ്ങനെയുള്ള ജപങ്ങളാണ് വേണ്ടത്? വാചികമായ ജപം, അതിങ്ങനെ ഉച്ചത്തിലുള്ള ജപമാണോ വേണ്ടത്? അല്ലെങ്കിൽ ഉപാംശു മനസ്സുകൊണ്ട് ജപിക്കുകയാണോ? അതല്ല മാനസികമായിട്ട് മാത്രം ഇങ്ങനെ മന്ത്രിക്കുന്നതാണോ വേണ്ടത്? അപ്പോൾ സമാധിക്ക് യോജിച്ചിരിക്കുന്നത് മാനസ ജപമായിരിക്കും നല്ലത്. അങ്ങനെ മാനസജപത്തിലൂടെ സമാധിയിലെത്തുക എന്നുള്ളതാണ് എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അന്നത്തെ ക്ലാസ് പ്രാണായാമം, പ്രത്യാഹാരം, നിത്യാനിത്യ വിവേക വിചാരം. നിത്യം ഏതാണ്? സനാതനമായ സാക്ഷാൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. അനിത്യം എന്ന് പറയുന്നത് ഈ സംസാരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പശ്യേത ശരദശതം, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം മാത്രമാണ്. അതാണ് അനിത്യമായിട്ടുള്ളത്. അതിന് നാശമുണ്ട് എന്നുള്ളതും. ജാപ്യസമേത സമാധി വിധാനം, വിധാനത്തോടു കൂടിയുള്ള ജാപ്യം, അതാണ് ഞാൻ 3 തരത്തിലുള്ള ജപം ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വിധാനത്തോടു കൂടിയുള്ള ജപിച്ച് സമാധിയിലെത്തുകയാണ്. അപ്പോൾ എന്താണ്? കുർവ അവധാനം മഹദവധാനം. മഹത്തായ ഈ കാര്യങ്ങളെ അവധാനം കുരു, അവധാനത്തോടു കൂടി ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നാം പറഞ്ഞത്. അപ്പോൾ പ്രാണായാമം അഷ്ടാംഗ യോഗങ്ങളിൽ 4-മത്തേത്, പ്രത്യാഹാരം അടുത്ത 5-മത്തേത്, സമാധി 8-മത്തേതുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വലത്തെ മൂക്കടച്ച് ഇടത്തെ മൂക്കിലൂടെ എടുത്ത്, അപ്പം പ്രാണനെ, പഞ്ചപ്രാണന്മാരിൽ മുഖ്യപ്രാണനാണ് പ്രാണൻ എന്നുള്ളത് പറഞ്ഞു. ഏതൊക്കെയാണ് പഞ്ചപ്രാണൻ, ദശപ്രാണന്മാരാരാണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ പ്രാണനെ മൂക്കിലോട്ട് എടുത്തു, കുംഭിക്കുക എന്ന് പറയുന്നത് പിടിച്ചു നിർത്തുന്ന കുംഭിക്കുക, പിന്നെ കളയുക, അതിനെ രേചകം എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പം പ്രാണായാമം, കുംഭം, രേചകം. അപ്പം
പൂരകം, കുംഭകം, രേചകം, ഇങ്ങനെ 3 പൂരകം നിറയ്ക്കുക എന്നുള്ളത്, കുംഭകം കുംഭിക്കുക, അത് പിടിച്ചു വെക്കുക, രേചകം വെളിയിലേട്ട് കളയുക, ഇങ്ങനെ ഒരു പ്രക്രിയയാണ് പ്രാണായാമം. ആ പ്രാണായാമത്തെക്കുറിച്ച് നമ്മൾ ദീർഘമായിട്ട് സംസാരിച്ചു, സമാധിയെക്കുറിച്ച് സംസാരിച്ചു, ഇന്ദ്രിയ പ്രത്യാഹാരത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായത്. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കേണ്ടത് എന്നും നാം ചിന്തിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്തരീക്ഷ ചരിത്രത്തെക്കുറിച്ച് അന്തരീക്ഷൻ്റെ വാക്കുകളെ ഉദ്ധരിക്കുകയുണ്ടായി. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകമാണ് ഇന്ന് നളിനീദളഗത ജലമതി തരളം എന്നുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് സാറേ. സാർ സ്റ്റക്കായോ? വന്നിട്ടില്ലായിരുന്നേ, റെക്കോർഡിംഗ് ഒന്ന് കേട്ടോ. ഞാൻ റെക്കോർഡിംഗ് ഇടാൻ പറയാം, ജ്യോതിഷനോട് പറയാം. ആരാണ് എന്ന് ശോഭ ചേച്ചി വായിച്ചോളൂ. നളിനീദളഗത ജലമതി തരളം മുതലേ 3 ശ്ലോകങ്ങളും. നളിനീദളഗത ജലമതി തരളം തദ്വജ്ജീവിതം അതിശയ ചപലം വിദ്ധിവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം കാദേഷ്ടാദശദേശേ ചിന്താ വാതുലതവ കിം നാസ്തി നിയന്താ യസ്ത്വാം ഹസ്തേ സുദൃഢനിബദ്ധം ബോധയതി പ്രഭവാദിവിരുദ്ധം കാദേ കാന്താ ധനഗത ചിന്താ വാതുലകിം ദവ നാസ്തി നിയന്താ ത്രിജഗതി സജ്ജന സംഗതിരേകാ ഭവതി ഭവാർണവ തരണേ നൗകാ സൽസംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവന്മുക്തി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുർഗൃഞ്ജകരണേ. ജയശങ്കര. ജയശങ്കര. ഇനി ആരാണ് ഒരാള് മറ്റാരെങ്കിലും? ലീല ചേച്ചി വായിക്കുന്നോ? ചേച്ചി വായിക്കും. കവിത ചേച്ചി വായിച്ചോണ്ടേ, കവിത ചേച്ചി വായിച്ചോണ്ടേ. ജയശങ്കര. നളിനീദളഗത ജലമതി തരളം തദ്വജ്ജീവിത മതിശയ ചപലം വിദ്ധിവ്യാധ്യഭി മാനഗ്രസ്തം ലോകം ശോക ഹതം ച സമസ്തം കാതേ കാന്ത ധനഗത ചിന്താ വാതുലകിം തവ നാസ്തി നിയന്താ ത്രിജഗതി സജ്ജന സംഗതിരേകാ ഭവതി പവാർണവ തരണേ നൗകാ സൽസംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം
നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഇനി ആരെങ്കിലും ഉണ്ണികൃഷ്ണ സാറോ ലീല ചേച്ചിയോ ആരെങ്കിലും ചൊല്ലുന്നോ? ഞാൻ ചൊല്ലാം. ചൊല്ലിക്കോളൂ. നളിനീദളഗദ ജലമതി തരളം തദ്ജീവിതമതിശയ ചപലം വിദ്ധി വ്യാധഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം കാദിഷ്ടാദശ ദേശേ ചിന്താ വാതുല തവ കിം നാസ്തി നിയന്ത യസ്താഹസ്തേ സുദൃഢ നിബദ്ധം ബോധയതി പ്രഭവാദി വിരുദ്ധം സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതിടു ഗൃഞ്ജകരണേ. ജയശങ്കര. ജയശങ്കര. ഇനി ആരെങ്കിലും അമ്മ ചൊല്ലുന്നു? അമ്മേ അമ്മ കേട്ടില്ലേ? കേട്ടു കേട്ടു. അമ്മ ഒന്ന് ചൊല്ലി നോക്കുന്നോ? വീഡിയോ കാണാൻ വയ്യ. നളിനീദളഗദ ജലമതി തരളം തത്വജീവിത മതിശയ ചപലം വിദ്ധിവ്യാധ്യാഭിമാനഗ്രസ്തം ലോകം ശോകഗതം ഹതം ച സമസ്തം കാദേഷ്ടാദശ ദേശേ ജിന്ദാ വാതുല തവ കിം നാസ്തി നിയന്ത യസ്ത്വഹം ഹസ്തേ സുദൃഢ നിബദ്ധം ബോധയതി പ്രഭവാദി വിരുദ്ധം സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവന്മുക്തി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ഇനി ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്ത് മറ്റ് ചിന്തകൾ വല്ലതും ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാം. ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം. ദൈവത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ട് ഇങ്ങനൊരു ചോദ്യം അനിവാര്യമാണോ എന്ന് തോന്നുന്നില്ല. അല്ല, മറ്റ് ചിന്തകൾ ഉണ്ടാകാമല്ലോ. ഇപ്പം മറ്റു ഡയമെൻഷണൽ തോട്ട്സ് ഉണ്ടാവാം. അതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവസാനം ഭഗവാനിൽ ഉറച്ചുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലേ പറ്റുള്ളൂ. ജയശങ്കര. സുരേഷ് ഏട്ടാ, ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ ആരും മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഹൃദ്യമായ ശുഭരാത്രി നേരുന്നു. എല്ലാവർക്കും നന്ദി. ജയശങ്കര. 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 ജയശങ്കര.
ജയശങ്കര. ജയശങ്കര. ജയശങ്കര.